Hello friends, welcome back to ajvlogsandcookeryz. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് മരിയൽ ബേബിക്ക് ഒരു ബർത്ത്ഡേ വിഷസ് ആയിട്ടാണ്. പറഞ്ഞു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു. അപ്പോൾ ബേബിയുടെ ബർത്ത്ഡേ പ്രിയ ചേച്ചിയുടെ എൻ്റെ കസിൻ ചേച്ചിയുടെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു 12th. അപ്പോൾ എനിക്ക് അന്ന് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. അപ്പോൾ ബേബിക്ക് മരിയൽ ബേബിക്ക് ഒരു ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ ഇങ്ങോട്ട് നോക്ക്. അപ്പം ഞങ്ങൾ ഇന്ന് ബേബിക്കും ഒരു ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു കേക്കാണ് ഞങ്ങളിന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഈ കേക്ക് റെസിപ്പി കണ്ടിട്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്ന ഒരു ബർത്ത്ഡേ കേക്ക്. ഇത് ഭയങ്കര ഫ്ലഫി ആയിരിക്കും, ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, നല്ല രസമാണ് ഇത് കഴിക്കാൻ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറയുന്ന അളവിൽ നിങ്ങൾ എടുക്കണമെന്നേ ഉള്ളൂ. ഇത് ഞാൻ 1.25 കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുണ്ട്, അരിച്ചെടുത്തതാണ് 1.25 കപ്പ്. നിങ്ങൾ പ്രത്യേക ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്കിപ്പോൾ കൃത്യമായിട്ടുള്ള അളവിനെടുക്കാനുള്ള ഇല്ല. ഞാനിപ്പോൾ 1.25 കപ്പ് എടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള കൃത്യമായിട്ട് അളവ് എടുക്കാനില്ലെങ്കിൽ ഞാൻ ഈ ഒരു കപ്പിൻ്റെ അളവിലാണ് ഇതെല്ലാം എടുത്തേക്കുന്നത്. നിങ്ങൾ ഏത് കപ്പാണ് യൂസ് ചെയ്യുന്നത്, ഇച്ചിരി വലിപ്പമുള്ള കപ്പായിരിക്കണമെന്നുള്ളൂ. ഏത് കപ്പാണോ നിങ്ങൾ യൂസ് ചെയ്ത് അളവ് എടുക്കുന്നത് അതേ അളവിൽ തന്നെ ആയിരിക്കണം നിങ്ങളുടെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും എടുക്കുമ്പോൾ. ഇപ്പോൾ ഞാനിപ്പോൾ 3/4 കപ്പ് മൈദ എടുത്തെങ്കിൽ ഞാൻ ഇതിൽ 1.5 കപ്പ് ഈ കപ്പിന് വെച്ചിട്ട് അളന്ന് 1.5 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ്. പഞ്ചസാര പൊടിച്ചത് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കപ്പിന് അളവിൽ 3/4 കപ്പ് കോക്കോ പൗഡർ, ഈ കപ്പിന് അളവിന് 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലാണ്. കോക്കനട്ട് ഓയിൽ എടുക്കത്തില്ല, വെജിറ്റബിൾ ഓയിൽ എടുക്കണം. നിങ്ങളിപ്പോൾ ഞാനിവിടെ ബട്ടർ യൂസ് ചെയ്യുന്നുണ്ട് 1/4 കപ്പ്. അതുകൊണ്ടാണ് ഞാൻ 1/4 കപ്പ് തന്നെ വെജിറ്റബിൾ ഓയിൽ എടുത്തത്. ഇപ്പോൾ നിങ്ങൾ ബട്ടർ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ നിങ്ങൾ ബട്ടറിന് വേണ്ടിയിട്ട്, ബട്ടറിൻ്റെയും കൂടെ അളവിൽ 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യണം. അതുപോലെ തന്നെ 2 മുട്ട വേണം. ഇതെല്ലാം റൂം ടെമ്പറേച്ചറിലായിരിക്കണം കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ വേണം. ഒരു നിങ്ങളുടെ ആവശ്യത്തിന് 2 പിഞ്ചോളം ഉപ്പ് വേണം, സോൾട്ട് വേണം. 2 ടീസ്പൂൺ വാനില എസൻസ് വേണം. എസൻസ് അല്ലെങ്കിൽ വാനില എക്സ്ട്രാക്റ്റ് നമുക്ക് യൂസ് ചെയ്യാം. 1 കപ്പ് പാല് വേണം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ വേണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഐറ്റംസ്. ഇത് 1 കപ്പ് തിളച്ച വെള്ളമാണ്. തിളച്ച വെള്ളം കമ്പൽസറിയാണ്. തിളച്ച വെള്ളം തന്നെ വേണം. തിളച്ച വെള്ളം വേണം. കൈകാര്യം ചെയ്യുന്ന സൂക്ഷിച്ചുകൊണ്ട് ഈ 1 കപ്പിന് ഇത് വേണം. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ ഇൻഗ്രീഡിയൻസ്. ഇനി നമ്മൾ എങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന കേക്ക് നോക്കാം. എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്? അപ്പോൾ നമ്മൾ ഒരു കുഴിയൻ പാത്രം എടുക്കുക കേട്ടോ. നന്നായിട്ട് കുഴിഞ്ഞിരിക്കണം. ആ കുഴിയൻ പാത്രത്തിൽ വേണം നമ്മളിത് മിക്സ് ആക്കാൻ. നമ്മുടെ ഹാൻഡ് മിക്സറാണ് യൂസ് ചെയ്യുന്നത്. ഇല്ലാത്തവർക്ക് ഹാൻഡ് ബ്ലെൻഡറാണ്, ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ മറ്റത് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിനി മൈദ ഇട്ട് കൊടുക്കണം. അപ്പോൾ 1.25 കപ്പ് മൈദ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് സിഫ് ചെയ്തിട്ട് നമ്മൾ അരിച്ചെടുത്ത്, കഴിവതും നിങ്ങളൊരു 3 തവണയെങ്കിലും അരിച്ചെടുത്ത് യൂസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം. എന്നാൽ മാത്രമേ നന്നായിട്ട് മൈദയൊക്കെ കട്ട കൂടാതിരിക്കത്തുള്ളേ. ഇനി നമ്മൾ എന്താ എടുക്കേണ്ടത്? പഞ്ചസാര എടുക്കണ്ടേ. പഞ്ചസാര നമ്മളിനി ആഡ് ചെയ്ത് കൊടുത്തു. പഞ്ചസാര ഞാൻ പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ പഞ്ചസാര പകുതി, ഇപ്പോൾ രുചിയുടെ അനുസരിച്ചാണ് ഞാൻ പകുതി മാത്രം എടുക്കുന്നത്. എന്നിട്ട് ഞാനതവിടെ മാറ്റി വെച്ചു. നമ്മൾ 3/4 കപ്പ് കോക്കോ പൗഡറും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ബ്ലെൻഡർ ഓണാക്കാതെ തന്നെ, ഹാൻഡ് ബ്ലെൻഡർ ഓണാക്കാതെ തന്നെ നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിന് ശേഷം എന്താ പറയുക, നമ്മൾ ഈ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മൈദയും ഈ കാര്യങ്ങളെല്ലാം നന്നായിട്ട് അരിച്ചെടുത്തിട്ട് യൂസ് ചെയ്യാവുള്ളൂ. ഇനി നമുക്ക് സോൾട്ട് ഇട്ട് കൊടുക്കണം. നമുക്കതിന് ശേഷം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ വിതറി ഇട്ട് കൊടുക്കണം. അതിനുശേഷം ബേക്കിംഗ് പൗഡറും വിതറി ഇട്ട് കൊടുക്കണം. നിങ്ങളപ്പോൾ എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ, നന്നായിട്ട് മിക്സ് ആകണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വിതറി ഇട്ട് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് മിക്സ് ആക്കാനും എളുപ്പം. ഇതും ഞാൻ ഹാൻഡ് മിക്സർ ഓൺ ആക്കാതെ തന്നെയാണ് ഞാൻ മിക്സാക്കി കൊടുക്കുന്നത്. 2 മുട്ടയാണ് എടുത്തേക്കുന്നത്. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം, കേക്ക് ഉണ്ടാകുന്ന നേരം എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടുള്ളതായിരിക്കണം. ഇല്ലെങ്കിലുണ്ടല്ലോ കേക്ക് ശരിയാവത്തില്ല. അപ്പോൾ നിങ്ങൾ മുട്ടയാണെങ്കിലും ബട്ടറാണെങ്കിലും നേരത്തെ തന്നെ എടുത്ത് പുറത്ത് വെക്കണം.
വെക്കണം, ആ തണുപ്പ് പോകുന്നിടം വരെ. ഇനി നമുക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. മുട്ട ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. വാനില എസൻസ് ആഡ് ചെയ്ത് നമ്മളിത് ഇളക്കത്തില്ല കേട്ടോ, ഇപ്പോൾ ഇളക്കത്തില്ല. അതിന് ശേഷം നമ്മൾ പാലെടുത്ത് പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി എടുക്കേണ്ടത് ഓയിലാണ്. ഓയിൽ ഞാൻ പറഞ്ഞല്ലോ, 1/4 കപ്പ് ഞാൻ എടുത്തിട്ടുള്ളൂ. ബട്ടർ യൂസ് ചെയ്യുന്നുണ്ട്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 1/2 കപ്പോളം എടുക്കാം. ഇനി നമ്മൾ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം നിങ്ങൾ എനിക്ക് ബട്ടർ യൂസ് ചെയ്യുന്നതാണ് പ്രത്യേകം രുചിയായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ 1/4 കപ്പ് ബട്ടറും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമ്മളിപ്പോഴാണ് 1 മിനിറ്റത്തേക്കിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. നല്ല വൃത്തിയായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് കമ്പൈൻ ആക്കണം. അപ്പോൾ നിങ്ങളിത് പ്രത്യേകം ശ്രദ്ധിച്ചോണം കേട്ടോ. നന്നായിട്ട് എല്ലാം ഈ 3 കോക്കോ പൗഡറും ഈ 3 ഇൻഗ്രീഡിയൻസും എല്ലാം നല്ല ഭംഗിയായിട്ട് നിങ്ങളെല്ലാം നല്ല വൃത്തിയായിട്ട് അരിച്ചെടുത്തതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. അതുപോലെ തന്നെ ഉപ്പും ഇതൊക്കെ ചേർക്കുമ്പോൾ വിതറി ഇടാൻ നിങ്ങൾ ശ്രമിക്കണം. പിന്നെന്താ പറയുക, വാവയുടെ ബർത്ത്ഡേ 12-നായിരുന്നു കേട്ടോ. സോറി, എനിക്കന്ന് ഇതൊന്നും ഇടാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞല്ലോ, തലശ്ശേരിക്ക് പോയതുകൊണ്ട് എനിക്കന്ന് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റില്ല. അപ്പോൾ ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ വാവേ. അപ്പോൾ വാവയ്ക്ക് എല്ലാവരുടെയും ഞങ്ങളുടെ AJ ഫാമിലിയുടെ ഫുൾ ഹാപ്പി ബർത്ത്ഡേ ആൻഡ് ഗോഡ് ബ്ലെസ് യു വാവേ. ഞാൻ അടുത്തതായിട്ട് തവിയിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അടിയിലൊക്കെ ഈ എന്താ പറയുക, ഈ കോക്കോ പൗഡറും ഇതും എല്ലാം കൂടി പറ്റിയിരിക്കാനുള്ള മൈദയും പഞ്ചസാരയൊക്കെ ഒരു ഇതുണ്ട്, കട്ട പിടിച്ചു. അപ്പോൾ അത് പറ്റിയിരിക്കാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ട് ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇളക്കി തവിയിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഹാൻഡ് ബ്ലെൻഡർ ഇട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കും. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് അടിയിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല, അടിയിലൊന്നും ആയിട്ടില്ല എന്നുള്ള ഉറപ്പ് വരുത്തിയതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇറക്കി ട്രീസാസ് കുക്കറീസ് ആൻഡ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാനലുണ്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ. അപ്പം നിങ്ങളെല്ലാവരും കയറിയിട്ട് ആ ചാനലും കൂടെ കാണണം. ഞാൻ അവിടെ ലാസ്റ്റ് വീഡിയോയുടെ ലിങ്ക് നല്ലതായിട്ട് അടിപൊളിയായിട്ട് ക്രാഫ്റ്റൊക്കെ ഉണ്ടാക്കും കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്യുകയും ചെയ്യും. ഭയങ്കര ഇഷ്ടം ആൾക്ക് ഇതുപോലെ കുക്കൊക്കെ ചെയ്യാൻ. അപ്പം ഞാൻ അവളുടെയും കൂടെ ലിങ്ക് ഇതിൻ്റെ അകത്ത് കൊടുക്കാം. എന്നാൽ മറ്റേ ഇപ്പോൾ കേക്കിനാണെങ്കിൽ നമ്മൾ ഇത്രയും ഓവറായിട്ട് മിക്സ് ചെയ്യത്തില്ല. ഇതിപ്പോൾ ഈസി കേക്ക് ആയതുകൊണ്ടാണ്, ഇപ്പോൾ ചൂടുവെള്ളവും കൂടി നമ്മളൊക്കെ ചേർക്കുന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഒരു പ്രശ്നമില്ലാതെ നമ്മളിങ്ങനെ മിക്സ് ആക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ എടുത്ത് ചൂടാക്കേണ്ടി വന്നിട്ടുണ്ട്. നേരത്തെ വെള്ളം നല്ല ഇതായിട്ട് പോയായിരുന്നേ, ആറിപ്പോയായിരുന്നു. അപ്പോൾ നന്നായിട്ട് ചൂടാക്കി. ഇനി നമ്മൾ ഈ തിളച്ച വെള്ളം നിങ്ങൾ ഒഴിക്കാൻ ശ്രമിക്കണം. തിളച്ച വെള്ളം നമ്മൾ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, തിളച്ച വെള്ളം മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. എന്നാൽ മാത്രമേ നമ്മുടെ കേക്ക് നന്നായിട്ട് വരത്തുള്ളൂ. കാരണം ഇത് നോർമൽ പോലെ കേക്ക് ഉണ്ടാക്കുന്ന പോലത്തെ സ്റ്റെപ്പ് വൈസ് അല്ല, ഇത് എളുപ്പത്തിനുണ്ടാകുന്നതാണ്. അപ്പോൾ തിളച്ച വെള്ളം തന്നെ യൂസ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ വെള്ളവും ഈ ബാറ്ററും കൂടെ നന്നായിട്ട് കമ്പൈൻ ആകുന്നിടം വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പക്ഷേ ഇത് നിങ്ങൾ കാണുമ്പോൾ നല്ല ലൂസായിട്ടിരിക്കും, പക്ഷേ അതിൽ പ്രശ്നമൊന്നുമില്ല. നോക്കി നല്ല വെള്ളം പോലെ ആയിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്. പക്ഷേ ബേക്ക് ചെയ്ത് വരുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും. അത് ഉറപ്പാണ്. നല്ല സ്പോഞ്ചായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വരും. അതിനൊരു പ്രശ്നവുമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക, നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. ഈ ബാറ്ററും വെള്ളം കൂടും പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല തിളച്ച വെള്ളം മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. എന്നിട്ട് നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഈസി ചെയ്ത് വെച്ചേക്കുന്ന നമ്മൾ ബട്ടർ പേപ്പറൊക്കെ എടുത്ത് വെച്ചേക്കുന്ന ഇതിൻ്റെ അകത്തോട്ട് നമ്മളിനി ബാറ്റർ ഒഴിച്ച് കൊടുക്കണം. നന്നായിട്ട് ബാറ്റർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നിങ്ങളൊന്ന് ടാപ്പ് ചെയ്യണം കേട്ടോ, അതിൻ്റെ എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ബാറ്ററൊക്കെ ഒഴിച്ച് കൊടുത്തു. ഇതിനി പ്രീ ഹീറ്റഡ് ഓവനിൻ്റെ അകത്ത് നമ്മൾ 10 മിനിറ്റ് 350 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് എന്ന് വെച്ചാൽ 175 ഇത് ഫാരൻഹീറ്റിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവൻ്റെ അകത്ത് 30 തൊട്ട് 35 മിനിറ്റ് വരെ 175 ഇതിൽ തന്നെ നമ്മൾ ബേക്ക് ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ നടുവേ ഒരു ടൂത്ത് പിക്ക് കുത്തി ക്ലീൻ ആകുന്നിടം വരെ നമ്മൾ ബേക്ക് ചെയ്തെടുക്കണം. ഇനി ഞാൻ ബേക്ക് ചെയ്തിട്ടൊക്കെ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഞാൻ കുക്കായി കഴിഞ്ഞിട്ട് ഇത് ആറാൻ വേണ്ടിയിട്ട് വെച്ചേക്കാണ്. അപ്പോൾ ഇനി നന്നായിട്ട് ആറി കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രോസ്റ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ നമ്മുടെ കേക്കൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചു. അപ്പം സമയം നമ്മുടെ വീഡിയോ ഒത്തിരി ലോങ് ആയി പോകും കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഈ നൈഫ് ഉപയോഗിച്ചിട്ട് അല്ല കട്ട് ചെയ്യുന്ന സാധനം എൻ്റെ കയ്യിൽ ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് ഇതിങ്ങനെ ആയിപ്പോയേ. അപ്പോൾ നമുക്കിനി ഫ്രോസ്റ്റ് ചെയ്യാവേ. അപ്പോൾ ഇതെന്ന് പറയുന്നത് കോഫിയില്ലേ, നമ്മുടെ കട്ടൻ കാപ്പി മധുരമില്ലേ, നന്നായിട്ട് മധുരമിട്ട് എടുത്താണ്. നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ കാപ്പി
നമ്മുടെ കോഫിയുടെ ഇത് ഉപയോഗിക്കുന്നത് ഭയങ്കര ഒരു ടേസ്റ്റാണ് നമ്മുടെ ചോക്ലേറ്റ് കേക്കിന്. അപ്പോൾ ഈ സിമ്പിൾ സിറപ്പ്, ഈ സിറപ്പ് യൂസ് ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് നമ്മുടെ കട്ടൻ കാപ്പി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അപ്പോൾ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡായി കൊടുത്തു. ഇനി ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ, ഒരു 1-2 സെക്കൻഡ് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. എന്നിട്ട് മാത്രമേ നമ്മൾ ഫ്രോസ്റ്റ് ചെയ്യാവുള്ളൂ. അപ്പോൾ ഞാനിവിടെ 2 ടൈപ്പ് ഫ്രോസ്റ്റിംഗ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് നമ്മുടെ വിപ്ഡ് ക്രീം വിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനത് വിപ്പ് ചെയ്ത് വെച്ചതാണ്, കണ്ടോ. അത് സ്റ്റിഫ് പീക്ക് ആവുന്നിടം വരെ വിപ്പ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൻ്റെ അകത്ത് വെക്കണം. അതിന് ശേഷം ഉണ്ടല്ലോ, നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഈ വിപ്ഡ് ക്രീം എന്ത് ചെയ്യണം, ഇതുപോലൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ യൂസ് ചെയ്യാവുള്ളൂ കേട്ടോ. നമ്മൾ സ്റ്റിഫ് പീക്കായിട്ട് ഞാനിവിടെ ബേക്കേഴ്സിൻ്റെ വിപ്ഡ് ക്രീം പൗഡറാണ് യൂസ് ചെയ്തേക്കുന്നത്. വിപ്ഡ് ക്രീം എനിക്ക് കിട്ടിയില്ല. അപ്പോൾ നമുക്കിനി ഇത് ഫ്രോസ്റ്റ് ചെയ്യുന്നതിൻ്റെ ആ ഒരു സ്പാച്ചുല എൻ്റെ കയ്യിലില്ല. അപ്പോൾ നമുക്കിതുപോലത്തെ തന്നെ ഒരു നീളമുള്ളൊരു നൈഫ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഫ്രോസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ നമ്മൾ ഫ്രോസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി കൊടുക്കാം. നമ്മൾ മുകളിലത്തെ ലെയർ വെക്കണം. ഞാനിവിടെ മുകളിലത്തെ ലെയർ കുറച്ച് ഇതാക്കി കൊടുത്തു. അതിന് ശേഷം കമഴ്ത്തി വെക്കണം. ഇങ്ങനെ എഡ്ജ് കമഴ്ത്തി കൊടുക്കണം. അതിന് ശേഷം എടുത്തിട്ടുള്ള ഞാനിവിടെ 2 ഫ്രോസ്റ്റിങ് ചെയ്തിട്ടുണ്ട്. ഒന്ന് വിപ്ഡ് ക്രീമിൻ്റെയും ഒന്ന് നമ്മുടെ ബട്ടർ ക്രീമിൻ്റെയും. അപ്പം മുകളിൽ നമുക്ക് ചെറിയൊരു ലെയർ വിപ്ഡ് ക്രീം ഫ്രോസ്റ്റിങ് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണുമ്പോൾ അറിയാം, ഇതിനകത്ത് ഞാൻ ലൈറ്റായിട്ടുള്ള ഒരു കോട്ടിങ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിതൊരു 5 മിനിറ്റോളം ഫ്രിഡ്ജിൻ്റെ അകത്ത് വെക്കാം. ഫ്രീസറിൻ്റെ അകത്ത് വെക്കുകയാണെങ്കിൽ ഒരു 3 മിനിറ്റ് വെച്ചാൽ മതി. 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു. ഇനി നമുക്ക് ബട്ടർ ക്രീം ഫ്രോസ്റ്റിങ് കൊടുക്കാം. ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ബട്ടറും കുറച്ച് ചോക്ലേറ്റ് പൗഡറും കൂടെ എടുത്ത ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ആണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അതിനുള്ള ഇതെങ്ങനെയാണെന്നുള്ള ഡിസ്ക്രിപ്ഷനെ ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഫ്രോസ്റ്റിംഗ് ഒക്കെ ചെയ്തു. അതുപോലെ വട്ടത്തിൽ ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് ആ സ്പാച്ചിൽ വെച്ചിട്ട് കൊടുത്തു വെച്ചാൽ മതി. എന്നിട്ട് പുറത്ത് ഇതുപോലത്തെ ഡിസൈൻ കൊടുത്തു. കുറച്ച് ചോക്ലേറ്റ് വെച്ചിട്ട് കുറച്ച് കേക്കിൻ്റെ ക്രംസും ഇട്ടു. സൈഡിലും അതുപോലെ തന്നെ കേക്കിൻ്റെ ക്രംസും ഇട്ട് ഒരു നല്ലൊരു ബട്ടർ ക്രീം ഫ്രോസ്റ്റിങ്ങും ഉള്ളിൽ വിപ്ഡ് ക്രീമിൻ്റെ ഫ്രോസ്റ്റിങ്ങും നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് അതുപോലെ സിമ്പിളാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. ക്രിസ്മസിനാണെങ്കിലും ഒരു ബർത്ത്ഡേയുടെ കേക്കാണെങ്കിലും ഒന്നുകൂടെ നന്നായിട്ട് ഫ്രോസ്റ്റ് ചെയ്യാൻ അറിയാവുന്നവർക്ക് ഇത് ഒന്നുകൂടെ നന്നായിട്ട് ഫ്രോസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ അത്ര ഫ്രോസ്റ്റിങ്ങിനൊന്നും വലിയ ഇതൊന്നുമല്ല. പിന്നെ നല്ല എന്തുവാ ആ ഒരു നോഡിലാണെങ്കിൽ കേക്ക് ഫ്രോസ്റ്റ് ചെയ്യുന്ന നോഡിലാണെങ്കിൽ നല്ല ഞാനിത് വീട്ടിലുണ്ടാക്കി